ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടികൾ വെയിൽ ഉള്ളപ്പോഴെല്ലാം നന്നായി പൂക്കുമെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതലായും പൂക്കളുണ്ടാകുന്നത്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്നാൽ ധാരാളം പൂക്കളുണ്ടാകും. അഡീനിയം ചെടികൾ നീണ്ട് വളർന്നു പോവുകയുള്ളൂ. അതിന് ബ്രാഞ്ചുകളൊന്നും അധികം ഉണ്ടാകാറില്ല. അതിനാൽ ഇത് ഇടയ്ക്കൊക്കെ പ്രൂൺ ചെയ്യേണ്ടതാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ നീണ്ടുപോയ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാകുമ്പോൾ അവയുടെ എല്ലാം അറ്റത്ത് പൂക്കൾ നല്ല ബഞ്ചായി ഉണ്ടായി നിറയെ പൂക്കളുമായി നിൽക്കും. ചിലതിലെല്ലാം ധാരാളം മൊട്ടുകളും വന്ന് നിൽപ്പുണ്ട്. വെട്ടി മാറ്റിക്കളഞ്ഞ ബ്രാഞ്ചിൻ്റെ കട്ട് ചെയ്തതിൻ്റെ അടിഭാഗത്തു നിന്നും 2, 3, 4 കിളിർപ്പുകൾ വളർന്ന് ഉണ്ടായി നിൽപ്പുണ്ട്. ചിലതിലൊക്കെ മൊട്ടുകളും ഉണ്ടായി നിൽപ്പുണ്ട്. ബാക്കിയുള്ള തണ്ടുകളുടെ അഗ്രങ്ങളിലും അതുപോലെ മുട്ടുകളും പൂക്കളും ഉണ്ടാകുവാനുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. മുട്ടത്തോട് കഴുകിയെടുത്ത് ഉണങ്ങിയത് പൊടിച്ചിട്ട് കൊടുക്കുക. പഴത്തിൻ്റെ തൊലി അരിഞ്ഞിട്ട് വെച്ച വെള്ളം 2-3 ദിവസം വെച്ച് കഴിഞ്ഞ് അത് അരിച്ച് ഡൈല്യൂട്ടാക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാവെള്ളം പുളിപ്പിച്ച് അരിച്ചെടുത്തിട്ട് അത് ഡൈല്യൂട്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതും പൂക്കളുണ്ടാകുവാൻ സഹായിക്കും. ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇത് ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് 3-4 ദിവസം കഴിയുമ്പോൾ ആ വെള്ളമെടുത്ത് അരിച്ച് ഡൈല്യൂട്ടാക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പൂക്കളുണ്ടാകുവാൻ നല്ല ബെസ്റ്റാണ് ഇത് ഉണങ്ങിയെടുത്ത് പൊടിച്ചും ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ അഡീനിയം ചെടികൾക്ക് ചെയ്തു കൊടുത്താൽ വേനൽ മുഴുവൻ പൂക്കൾ നിറഞ്ഞു നിൽക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.